വിഷുക്കണി. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാളികളുടെ വയലുകൾക്കും തൊടിക്കും മണത്തിനും മഴയ്ക്കും നിറത്തിനുമെല്ലാം കവിതയിലൂടെ പുതുജീവൻ നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. കാച്ചിക്കുറുക്കിയ കവിതകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കവിയാണ് വൈലോപ്പിള്ളി. കാർഷിക വൃത്തിയെ കരളിൽ തുടിക്കുന്ന അഭിമാനമായി കണ്ട വ്യക്തിയാണ് അദ്ദേഹം. കേരളീയ ഗ്രാമജീവിതം വൈലോപ്പിള്ളിക്ക് ഇഷ്ടവിഷയമായിരുന്നു. അതുകൊണ്ടുതന്നെ കൊയ്ത്തും മെതിയും നാട്ടിൻപുറവും ഓണവും വിഷുവും മാവേലിയുമെല്ലാം കവിയെ ഏറെ ആകർഷിച്ചിരുന്നു. കാൽപ്പനികതയുടെ പിടിയിലമർന്നിരുന്ന മലയാള കവിതയെ മോചിപ്പിച്ച് പുതിയൊരു കാവ്യ സംസ്കാരത്തിന് വിത്തുപാകിയ കവി കൂടിയാണ് അദ്ദേഹം. 1911 മെയ് 11 എറണാകുളത്തെ കലൂരിൽ ജനിച്ച ഇദ്ദേഹം ശ്രീ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു അധ്യാപകനും പുരോഗമന സാഹിത്യ സംഘത്തിലെ ആദ്യകാല പ്രവർത്തകനുമായിരുന്നു. കന്നിക്കൊയ്ത്ത് എന്നത് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ്. യുക്തിചിന്ത, ശാസ്ത്രീയത, പുരോഗമന ചിന്ത, നവലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകതയാണ്. കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, കുന്നിമണികൾ, കുരുവികൾ, കടൽക്കാക്കകൾ, കയ്പവല്ലരി, വിട, മകരക്കൊയ്ത്ത് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അത്തരത്തിൽ വിട എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വിഷുക്കണി എന്ന് പറയുന്ന പാഠഭാഗം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വിഷുക്കണി. വിഷു എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക ഉത്സവമാണ് അല്ലേ. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഉത്സവമാണ് വിഷു. എല്ലാ വർഷവും മലയാള മാസം മേടം 1 നമ്മൾ വിഷു ആഘോഷിക്കാറുണ്ട്. വിഷുവിൻ്റെ തലേന്ന് കണിയൊക്കെ ഒരുക്കി പുലർച്ചയ്ക്ക് കണ്ണുപൊത്തി കൊണ്ടുപോയി കണി കാണിച്ച് കൈനീട്ടം മേടിച്ച് പടക്കം പൊട്ടിച്ച് വിഷുക്കോടിയുടുത്ത് വിഷുസദ്യ ഉണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവം. എല്ലാവരുടെയും കുട്ടിക്കാലത്തെ അവിസ്മരണീയമാക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് വിഷു. അത്തരത്തിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വളരെ കുഞ്ഞായിരിക്കുമ്പോഴുള്ള ഒരു വിഷുക്കാലത്തിന്റെ ഓർമ്മകളാണ് വിഷുക്കണി എന്ന് പറയുന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം കുഞ്ഞായിരിക്കുന്ന നാളിൽ തന്നെ നമ്മുടെ ലോകത്ത് നടക്കുന്ന അസമത്വങ്ങളും ദാരിദ്ര്യവും ഒക്കെ കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകളും വേദനയുമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വിഷുക്കണി എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം 2 കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ള വിട എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ ഈ കവിത. നമുക്ക് കവിതയിലേക്ക് കടക്കാം. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ടാ, തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയൂടെ നടന്നേൻ മന്ദം മന്ദം. അപ്പോൾ പുലർക്കാലത്ത് അമ്മ ഇദ്ദേഹത്തെ കണി കാണിക്കുവാൻ വേണ്ടിയിട്ട് വന്ന് ഉണർത്തുകയാണ്. കനിവോടെ ഓതി എന്ന് വെച്ചാൽ എന്താണ്? കനിവ് എന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടു കൂടി ഓതുക, പറയുക. അമ്മ പറഞ്ഞു, തൊട്ടുണർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു എന്താണ്? കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട. എല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കുന്ന കാര്യമാണല്ലേ. എല്ലാവരുടെയും അമ്മമാരും പറയാറുണ്ട് കൺതുറക്കാതെ വരണം. എന്തിനു വേണ്ടിയിട്ടാണ്? കണി കാണുവാൻ കൊണ്ടുപോവുകയാണ് നിന്നെ എന്ന്. തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ. തായ എന്ന് വെച്ചാൽ ആരാണ്? അമ്മ അല്ലെ. അമ്മയുടെ വിരൽ തുമ്പിൽ അവൻ പിടിച്ചു. എന്നിട്ടോ പരിചിതമായ നൽത്തറയൂടെ നടന്നേൻ മന്ദം മന്ദം. അവന് സ്ഥിരപരിചിതമാണ്. തൻ്റെ വീട്ടിലെ മുറികളും തറയും എല്ലാം അവന് സ്ഥിരപരിചിതമാണ് അല്ലേ. ആ തറയിലൂടെ അവൻ എന്ത് ചെയ്തു? മന്ദം മന്ദം നടന്നു. പതുക്കെ പതുക്കെ കണ്ണുകൾ ഇങ്ങനെ ഇറുക്കി അമ്മ അടച്ചിട്ടുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ മന്ദം മന്ദം നടന്നു വെച്ചാൽ എന്താണ്? പതുക്കെ പതുക്കെ അവൻ നടന്നുപോയി. എങ്ങോട്ടാണ് നടന്നു പോകുന്നത്? കണി കാണുവാനായിട്ടല്ലേ. കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണ് അറിയാതവ തുറന്നുപോയി. കഷ്ടമായി പോയില്ലേ. കണ്ണുകൾ ഇറുക്കിയാണ് അവൻ അടച്ച് നടന്നു പോകുന്നതെങ്കിൽ കൂടിയും പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അറിയാതെ അവ തുറന്നുപോയി. എന്തൊരു കഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണല്ലേ. രാവിലെ കണി കാണാനായിട്ട് അമ്മ എന്ത് ചെയ്യും? നമ്മളെ വിളിക്കാൻ വരും. നമ്മളെന്ത് ചെയ്യും? അറിയാതെ കണ്ണ് തുറന്ന് സൈഡിലൂടെയൊക്കെ നോക്കുന്ന ഒരു പതിവ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് തന്നെ ഇവിടെ ആർക്കും സംഭവിച്ചു? കുട്ടിയായിരുന്ന കവിക്കും സംഭവിച്ചു. അവൻ അറിയാതെ ഒന്ന് കണ്ണ് തുറന്നുപോയി. അപ്പോൾ ചെറുതായിട്ടൊരു കാഴ്ച കണ്ടു. എന്താണ്? കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജന്നലിൻ അങ്ങേ പുറം. അപ്പോൾ അവൻ അറിയാതെ കൺ തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? തൻ്റെ വീടിൻ്റെ ജനാലയ്ക്കപ്പുറം തൻ്റെ ഗ്രാമത്തിലെ കൂരകൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ മയങ്ങുകയാണ്. അവിടെ ഒന്നും എന്തില്ല? വെളിച്ചമില്ല, വെട്ടമില്ല. നല്ലൊരു വിഷു ആയിട്ട് ആ വീട്ടുകളിലൊന്നും എന്ത് തെളിഞ്ഞിട്ടില്ല? വെളിച്ചം തെളിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അവിടെ മൊത്തം ദാരിദ്ര്യമാണല്ലേ. കുറച്ച് സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് നിൽക്കുന്ന ഈ കവിയുടെ വീട്ടുകാർ വിഷു ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചുറ്റുമുള്ള സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ജനങ്ങൾ അവരുടെ വീട്ടിൽ ഇപ്പോഴും ഇരുട്ടാണ്, അവർ പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ് എന്നൊരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. കണ്ണടച്ചു ഞാൻ നീങ്ങി കൺതുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. അങ്ങനെ കണ്ണടച്ച് ഞാൻ പതുക്കെ നീങ്ങി എന്നിട്ട് കൺതുറഞ്ഞെന്ന് ഞാൻ എന്ത് ചെയ്തു? കണി കണ്ടു.
കണ്ണഞ്ചിപ്പിക്കുന്ന കമനീയമായ ശില്പമാണ് കണി കണ്ടത്. കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന വളരെ കമനീയമായ മനോഹരമായിട്ടുള്ള ഒരു ശില്പത്തെ ഞാൻ കണി കണ്ടു. മുൻപിൽ നമുക്കറിയാമല്ലേ, കണിയൊരുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കറിയാമല്ലേ. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കവി കണി കണ്ടത്. എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്, നോക്കാം. വെള്ളി പോൽ വിളങ്ങുന്നൊരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണി അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു വശം പണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് കണി കണ്ടത്? വെള്ളിപോൽ തിളങ്ങുന്ന ഒരു ഓട്ടുരുളി കണി കണ്ടു, കണിവെള്ളരിക്കയുണ്ട്, തേങ്ങാമുറികളുണ്ട്, കത്തി നിൽക്കുന്ന തിരികളുണ്ട്, കൊന്നപ്പൂക്കളുണ്ട്, വാൽക്കണ്ണാടിയുണ്ട്, ഞൊറിഞ്ഞ കരമുണ്ടുണ്ട്, അരിയുണ്ട്, കുങ്കുമച്ചെപ്പുണ്ട്. ഇവയൊക്കെയാണ് ഐശ്വര്യ ദേവതയ്ക്കായിട്ട് ആരൊരുക്കിയിരിക്കുന്നത്? കവിയുടെ അമ്മ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഐശ്വര്യ മഹാറാണിക്ക് വേണ്ടിയിട്ട് അരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്ക് പണ്ടേ എന്താണ് വശമുണ്ട് എന്നും കവി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാണെ പൂത്തിരി കത്തിച്ചു ഞാൻ അടുത്തും അകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. അങ്ങനെ കണി കണ്ട ശേഷം പിന്നീട് എന്താണ് ചെയ്തത്? കണി കണ്ടു, കൈനീട്ടം മേടിച്ചു, തൻ്റെ അനുജത്തിമാർ കാണെ പൂത്തിരി കത്തിച്ചു. പിന്നെയോ തൻ്റെ വീടിൻ്റെ അടുത്തും അകലെയുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആർപ്പുവിളികളും സന്തോഷ പ്രകടനങ്ങളൊക്കെ കേൾക്കാമായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഉണ്ടോ? എല്ലായിടത്തും ഇല്ല. കുറച്ച് കൂരകൾ അല്ലെങ്കിൽ കുറച്ച് വീടുകൾ അവിടെ അപ്പോഴും വെളിച്ചമില്ലാതെ നിൽക്കുകയാണ്. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങീട് മിരുട്ടിലാണെൻ കരൾ അന്നേരത്തും. അങ്ങനെ മനസ്സ് കുറച്ച് സന്തോഷിക്കുമ്പോഴും എവിടെയോ ഒരു ദുഃഖം അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. എന്താണ് ആ ദുഃഖം? കണി കാണുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണ് തുറന്നുല്ലേ? കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? തനിക്ക് ചുറ്റും കൂരിരുൾ മൂടിക്കൊണ്ട് നിൽക്കുന്ന കൂരകളാണ് അല്ലേ? അപ്പം അതുകൊണ്ടാവാം എൻ്റെ കരൾ ആ സമയത്ത് പോലും എന്താണ്? ആ ഇരുട്ടിൽ തന്നെയാണ്. അതായത് അദ്ദേഹത്തിന് അവിടെ സന്തോഷിക്കാനേ സാധിക്കുന്നില്ല. കാരണം എന്താണ്? തനിക്ക് ചുറ്റുമുള്ളവർ ദാരിദ്ര്യത്തിൽ കഴിയുന്ന സമയത്ത്, കുറച്ച് വീടുകൾ മാത്രം എന്താണ് വിഷു ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാനോ അതിൽ സന്തോഷിക്കാനോ കഴിയുന്നില്ല. എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അപ്പോൾ അദ്ദേഹം അന്വേഷിക്കുകയാണ്, തനിക്ക് ചുറ്റും എവിടെയെങ്കിലും കുറച്ച് വെട്ടമുണ്ടോ? വെട്ടം എന്ന് വെച്ചാൽ എന്താണ്? വെളിച്ചം അല്ലേ? എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ചങ്ങാതിമാരുടെ ഗേഹം എന്ന് വെച്ചാൽ വീട്. ആ ചങ്ങാതിമാരുടെ വീട് ഇപ്പോഴും എന്തിൽ തന്നെയാണ്? ഇരുട്ടിൽ തന്നെയാണ് അല്ലേ? അപ്പം സമൂഹത്തിലെ സ്ഥിതിയൊന്നും മാറിയിട്ടില്ല. സമൂഹത്തിൽ ഉയർന്നവർ മാത്രം ആഘോഷിക്കുന്നു, താഴ്ന്നവർ വീണ്ടും പട്ടിണിയിലും വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ തിരിയുടെ വെളിച്ചം അല്ലെങ്കിൽ വിളക്കിൻ്റെ വെളിച്ചമില്ല എന്നുള്ളതാണോ? അല്ല, അവിടെ ദാരിദ്ര്യം എന്ന് പറയുന്ന വിപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളി തൻ ചുറ്റിൽ ഇത്തിരി വെട്ടം ഞങ്ങൾ തൻ മനസ്സിലും. ആകെ വെളിച്ചമുള്ളത് എവിടെ മാത്രമാണ്? എൻ്റെ ഈ 4 കെട്ടിൻ്റെ ഉള്ളിലും ഈ കണി വെച്ചിരിക്കുന്ന ഉരുളിയുടെ ഇത്തിരി വട്ടത്തിലും മാത്രം. പിന്നെയോ ഞങ്ങൾ തൻ മനസ്സിലും. കവിയുടെയും കൂട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ തറവാടിൻ്റെയും ഈ കണി വെച്ചിരിക്കുന്ന ആ ഉരുളിയുടെ ചുറ്റും മാത്രമേ വെളിച്ചമുള്ളൂ എന്ന് വെച്ചാൽ എന്താണ്? പരിമിതമായിട്ടുള്ള ഒരു ജനവിഭാഗം മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ? വിഷു ആഘോഷിക്കുന്നു അല്ലേ? വിഷു എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള എല്ലാവരുടെയും ആഘോഷമാണ്. എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചാൽ മാത്രമേ ഐശ്വര്യ ദേവതയ്ക്ക് എന്തുണ്ടാവുള്ളൂ? സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു സന്തോഷം ഇവിടെ കാണാനില്ല എന്നതാണ്. ക്ലാവിഴും വാൽക്കണ്ണാടി ചേർത്തു വെച്ചൊരൈശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. ക്ലാവിഴെന്ന് വെച്ചാൽ എന്താണ്? ക്ലാവ് എന്ന് വെച്ചാൽ ഈ ചെമ്പ്, പിച്ചള, ഓട് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളിൽ വരുന്ന ഒരു പച്ച നിറത്തിലുള്ള കറയാണ് ക്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാവ് പിടിച്ചിട്ടുള്ള കണ്ണാടി വെച്ച് കണി കാണാൻ വേണ്ടി ഉണർന്ന ഞങ്ങൾ നിന്നെ, അതായത് ഐശ്വര്യ ദേവതയെ ഒരു തരത്തിൽ തരം താഴ്ത്തുകയാണെന്ന് കവിക്ക് തോന്നിപ്പോയി. അതെങ്ങനെയാ തരം താഴ്ത്തലാവുക? ക്ലാവ് പിടിച്ച കണ്ണാടി വെച്ചത് കൊണ്ടാണോ തരം താഴ്ത്തലാവുന്നത്? അല്ല, മറിച്ച് ഐശ്വര്യ ദേവത എന്ന് പറയുന്നത് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകണം എന്നൊരു ചിന്തയാണല്ലേ. ഇവിടെ എല്ലാവരും വിഷു ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കുറച്ച് സമൂഹം മാത്രം വിഷു ആഘോഷിക്കുന്ന സമയത്ത്, മറ്റുള്ളവർ ഇരുട്ടിൽ കഴിയുന്ന സമയത്ത് ഇവിടെ ആഘോഷിക്കപ്പെടുന്നവർ ഒരു തരത്തിൽ ഐശ്വര്യ ദേവതയെ തരം താഴ്ത്തുകയാണെന്ന് കവിക്ക് തോന്നിപ്പോയി. നീ ഉദാരതയുടെ പര്യായം വിയർപ്പു നീരാഴിയിൽ പിറന്നൃതി മഴ പോൽ വർഷിക്കുമ്പോൾ നീ കരിമൺകൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയെരിവേലിൽ കായികനി തൂങ്ങും കൊമ്പിൽ ഊയലാടിയും പുന്നൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. എങ്ങനെയൊതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലേ തുറക്കുന്ന കൺകളെ തഴുകിയിടും. അടുത്തത് ലക്ഷ്മി ദേവിയെ കുറിച്ചുള്ള വിവരണമാണ്.
ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഉദാരതയുടെ പര്യായമാണ്. വിയർപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ ആഴി എന്ന് വെച്ചാൽ സമുദ്രം, വിയർപ്പ് കൊണ്ടുണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ സമുദ്രത്തിൽ പിറന്ന ഋദ്ധിയാണ്. ഋദ്ധി എന്ന് വെച്ചാൽ ഐശ്വര്യം. ആ ഐശ്വര്യമാണ് നീ എന്ത് ചെയ്യുന്നത്? മഴ പോൽ വർഷിക്കുന്നത്. അതായത് വിയർപ്പിൻ്റെ നീരാഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് ആര്? ഐശ്വര്യദേവത അല്ലേ. പിന്നെയോ, കരിമൺ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു. കരിമണ്ണിൽ വളർന്നു വിടർന്നിട്ടുള്ള കണിക്കൊന്നയുടെ നിറം എന്താണ്? സ്വർണ്ണ നിറമാണ് അല്ലേ. ആ സ്വർണ്ണ നിറമുള്ള നീരരുവിയിൽ കുളിക്കുന്നവളാണ് നമ്മുടെ ഐശ്വര്യദേവത. പിന്നെ എരിവെയിലിൽ, അതായത് ചുട്ടെരിയുന്ന വെയിലിൽ കായ്കനികൾ തൂങ്ങിയാടുന്ന കൊമ്പിൽ ഊഞ്ഞാലാടുന്നവളാണ്. പുന്നെല്ലിൻ്റെ പായകളിൽ നൃത്തം ചെയ്യുന്നവളാണ്. അങ്ങനെയുള്ള ഐശ്വര്യദേവതയാണ് എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലേ തുറക്കുന്ന കൺകളെ തഴുകിയിടും. അപ്പം അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെയാണ് എൻ്റെ വീട്ടിലും ബാക്കി 1-2 വീടുകളിലും മാത്രമേ എന്തുള്ളൂ? കണി ഒരുക്കിയിട്ടുള്ളൂ അല്ലേ. ആ ഒരു ഇത്തിരി വട്ടത്തിൽ എങ്ങനെയാണ് ഈ ഐശ്വര്യദേവതയ്ക്ക് നിൽക്കാൻ സാധിക്കുക? ആ വീടുകളിൽ മാത്രം കണി കണ്ട് കൺതുറക്കുന്ന കൺകളെ എങ്ങനെയാണ് ആ ദേവതയ്ക്ക് തഴുകാൻ സാധിക്കുക എന്നതാണ് കവിയുടെ ചോദ്യം. ചിരിക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയിങ്കൽ ദരിദ്രർക്കേകും പിച്ചക്കൈനീട്ട വെള്ളിക്കാശിൽ. അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിക്ക് മുമ്പിൽ ചിരിക്കാനാവില്ല. സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന പിച്ചക്കാശ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൈനീട്ട കാശിന് ഒരിക്കലും ആർക്ക് ചിരിക്കാനാവില്ല? നമ്മുടെ ഐശ്വര്യദേവതയ്ക്ക് ചിരിക്കാൻ കഴിയില്ല. ഐശ്വര്യദേവതയ്ക്ക് വേണ്ടത് എന്താണ്? എല്ലാവരും ഒരുപോലെ വിഷു ആഘോഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അടുത്ത വരി നോക്കാം. എന്മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ വീട് തോറുമേ കണി നിറന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. അപ്പോൾ ഇങ്ങനെയൊന്നും ഐശ്വര്യദേവതയ്ക്ക് ആവാൻ സാധിക്കില്ല. ഈ ഒരു ചെറിയ വട്ടത്തിൽ നിന്നുകൊണ്ട് വിഷുക്കണി ആഘോഷിക്കാൻ അല്ലെങ്കിൽ വിഷു ആഘോഷിക്കാൻ കവിയുടെ മനസ്സിനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കവി ഒരു ചോദ്യം ഐശ്വര്യദേവതയോട് ചോദിക്കുകയാണ്. എന്താണ്? ചളിയിൽ വിടരുന്ന സരോരുഹം. സരോരുഹം എന്ന് വെച്ചാൽ എന്താണ്? താമരപ്പൂവ്. ചളിയിൽ പിറക്കുന്ന ചെന്താമര പൂക്കൾ പോലെ വീട് തോറുമേ കണി നിറന്നിട്ടതിൽ വിളയാടുമോ നീ എന്നതാണ്. എല്ലാ വീടുകളിലും, അതായത് സമൂഹത്തിൽ ഉയർന്നവർ താഴ്ന്നവർ കൂലിപ്പണിക്കാർ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും കണി വെച്ചിട്ട് അതിൽ വന്ന് വിളയാടുവാൻ നിനക്ക് സാധിക്കുമോ ദേവി? എല്ലാവർക്കും ഒരുപോലെ അന്നം നൽകുന്ന അന്നപൂർണയായിട്ടുള്ള ദേവി, നിനക്കതിന് സാധിക്കുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? കവി ഇവിടെ ചോദിക്കുന്നത്. കവിതയുടെ അവസാനവും കവിക്കൊരു സങ്കടമുണ്ട്. കണി കാൺമതിന് മുമ്പേ കണ്ണുറന്നിട്ടാവാം ഞാനിനി ആ പുലർക്കാലം വരെയും അസംതൃപ്തൻ. എന്താണ് പറയുന്നത്? കണി കാണുന്നതിന് മുമ്പേ ഞാൻ കൺതുറന്നു പോയില്ലേ, അതുകൊണ്ട് തന്നെയാവാം ഇനിയൊരു പുലർക്കാലം വരുന്നത് വരെ. എന്ന് വെച്ചാൽ കണി കണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് നേരം പുലരുന്നത് വരെയുള്ള ആ ഒരു സാഹചര്യമാണോ പറയുന്നത്? അല്ല, നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ള ആൾക്കാർക്ക്, സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക്, പട്ടിണിപ്പാവങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ വെളിച്ചം വരുന്നത് അതുവരെയും ഞാൻ അസംതൃപ്തനാണ്. അവരും തങ്ങളെപ്പോലെ എപ്പോഴാണോ കണി കാണുന്നത്, അവർക്കും എപ്പോഴാണോ ഐശ്വര്യമുണ്ടാവുന്നത്, അന്നപൂർണേശ്വരിയായിട്ടുള്ള ഐശ്വര്യദേവത എപ്പോഴാണോ അവരുടെ ജീവിതത്തിൽ വിളയാടുന്നത് അതുവരെയും ഞാനും എൻ്റെ മനസ്സും അസംതൃപ്തനാണ്, ഞാൻ ഒരിക്കലും തൃപ്തനല്ല എന്നാണ് കവി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്.